ഹലോ നമസ്കാരം. വിജേഷിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് ബാഡ്മിൻ്റൺ കളിക്കാൻ പോകുന്ന പേഴ്സിന് വേണ്ടിയിട്ടുള്ള സാധാരണ വലിയ പ്ലേയേഴ്സിനൊക്കെ അറിയാൻ പാടില്ലാത്ത കാര്യമല്ല ഞാൻ പറയുന്നത്. നമ്മൾ സാധാരണ നമ്മൾ കോർട്ടിലൊക്കെ കളിക്കാൻ പോകുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വാം ഡൗൺ ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞു നീ ഒരു ഫുൾ വീഡിയോ ഇടൂ എന്ന് പറഞ്ഞു. ഫുൾ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം പിടിക്കും. ഞാൻ ഇന്ന് രാവിലെ കുറച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ചെറിയ കുറച്ച് കാര്യങ്ങൾ മാത്രം. അപ്പോൾ അതൊരു ഷോർട്ട് വീഡിയോ, അതായത് സ്ട്രെച്ചിങ്ങും വാമപ്പും എല്ലാവരും കൃത്യമായിട്ട് ചെയ്തുകൊള്ളണമെന്നില്ല. ഞാനൊക്കെ ചെയ്യാറുണ്ട് കൃത്യമായിട്ട്, അതുകൊണ്ട് എനിക്ക് ബോഡി പെയിൻ ഒന്നും അങ്ങനെ വരാറില്ല. അതിൻ്റെ ഒരു ബെനിഫിറ്റ് വേറെയാണ്. പക്ഷേ എത്രയൊക്കെ ആണെങ്കിലും എത്രയൊക്കെ കാണിച്ചു കൊടുത്താലും എത്രയൊക്കെ പറഞ്ഞാലും സാധാരണ വന്ന് കളിച്ചിട്ട് പോകുന്നവർ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് കാണിച്ചിട്ട് പോവുള്ളൂ. ആരും പറഞ്ഞു കൊടുത്താലോ ചെയ്യിച്ചാലോ അവരങ്ങനെ ആരും ചെയ്യാറില്ല. പക്ഷേ അത് ചെയ്ത് പോകുന്നതാണ് നല്ലത്. കാര്യം ഇഞ്ചുറി ഒന്നും വളരെയധികം നമ്മളെ ബാധിക്കാതെ പോകണമെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു മെക്കാനിസം ഉണ്ട്, അതിൻ്റെ രീതിയിൽ തന്നെ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സിമ്പിൾ അതായത് ഒരു ഫുൾ വീഡിയോ ഇടാനാണ് പറഞ്ഞത്, പക്ഷേ ഫുൾ വീഡിയോ അല്ല ഞാൻ ഇടുന്നത്. ഒരു സിമ്പിൾ വാമപ്പ്, ആർക്കും ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു വാമപ്പ്, അതാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിലായിട്ട് ഞാൻ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. കമോൺ. യെസ് ഗൈസ്, നമ്മൾ ആദ്യം സ്ട്രെച്ച് ചെയ്തു, പിന്നെ വാമപ്പ് ചെയ്തു, അതിനുശേഷം ദേ കളിച്ചു. ഇനി നമുക്ക് വാം ഡൗൺ ചെയ്യണം. എന്നിട്ട് വേണം നമുക്ക് കോർട്ട് വിട്ട് പോകാനായിട്ട്. ഒരു ചെറിയ ഒരു വാം ഡൗൺ ഞാൻ കാണിച്ചു തരാം. ഇത്രയും മതി. ഇത്രയെങ്കിലും മിനിമം നമ്മൾ ഇത്രയെങ്കിലും സ്ട്രെച്ച് ചെയ്ത് വാമപ്പ് ചെയ്ത് കളിച്ച് അതിനുശേഷം നമ്മളത് ഇത്രയെങ്കിലും ചെറിയ രീതിയിലുള്ള ഒരു വാം ഡൗൺ കൊടുത്തെങ്കിൽ നമ്മുടെ സാധാരണ ഏതൊരു ആൾക്കാർ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം കളിക്കാനായിട്ട് വരുമ്പോൾ മിക്കവാറും രാവിലെ വരുന്നത് എന്തെങ്കിലും വോളിനി പെയിൻ കില്ലറൊക്കെ അടിച്ചിട്ടാണ് വന്നത്, സ്പ്രേ അടിച്ചിട്ടാണ് വന്നത്. ഈ സ്പ്രേയുടെ മണവും വിക്സിൻ്റെ അമൃതാഞ്ജൻ്റെ മണം മാത്രമേ ഉണ്ടാവും. ചില ആൾക്കാർക്ക് നിർബന്ധമായിട്ടും ഇതില്ലാതെ വരാൻ പറ്റില്ല. പിന്നെ പ്രായത്തിൻ്റെ ആധിക്യമുണ്ട്, അത് വേറെ. അത് ഈ ഒരു ഒരു കളിയുടെ ഒരു ഗെയിമിൻ്റെ ഒരു പ്രത്യേകതയാണ്. പ്രായം ആവില്ല. വയസ്സ് ചിലപ്പോൾ ചോദിക്കുമ്പോൾ വയസ്സ് ഇത്ര എന്നൊക്കെ പറയും, പക്ഷേ ആള് നല്ല ചുള്ളനായിട്ട് കളിക്കും, ഒരു കുഴപ്പമുണ്ടാവില്ല, നല്ല പ്ലേ ആയിരിക്കും. പക്ഷെ ചില ആൾക്കാർക്ക് ഇതുപോലെ അല്ലാതെ ഈ ഒരു പ്രായത്തിലേക്ക് പോകാത്ത ആൾക്കാർ പോലും പെയിൻ കൂടുതലായിരിക്കും അവർക്ക്, അവരിത് ചെയ്യാതെ പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഇതുപോലുള്ള ചെറിയ കാര്യങ്ങൾ നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്യണം. ഞാൻ തൃപ്പൂണിത്തുറ ഒരു ബേസ് ലൈൻ ബാഡ്മിൻ്റൺ അക്കാഡമിയിലാണ് ഞാൻ കളിക്കാൻ പോകുന്നത്. അവിടെ നല്ല കോച്ചസൊക്കെ ഉണ്ട്, നല്ല രീതിയിലുള്ള ട്രെയിനിങ് കാര്യങ്ങളെല്ലാം അവിടെ കൊടുക്കുന്നുണ്ട്.
അവിടെ ഇത് മാത്രമല്ല ഉള്ളത്, അവിടെ ഇതല്ലാതെ ജൂഡോ ഉണ്ട്, പിന്നെ ജിംനാസ്റ്റിക്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ട്രെയിനിങ് ഉള്ളതാണ് അവിടെ. ജൂഡോ എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല ട്രെയിനിങ് കൊടുക്കുന്ന ഒരു അക്കാഡമിയാണ്. രജിസ്റ്റേർഡ് ആണ്, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവരാണ്. കേരളത്തിലെ തന്നെ നമ്പർ 1 ആണ്, അവിടുത്തെ ചാമ്പ്യനാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിലെ നമ്പർ 1 ചാമ്പ്യൻ ഈ എരൂരാണ്. അത് നല്ല ചാമ്പ്യൻഷിപ്പൊക്കെ കിട്ടിയിട്ടുള്ള ഒരു അക്കാഡമിയാണ്. സ്റ്റേറ്റ് ലെവലല്ല, അതിനപ്പുറത്തേക്കും പോയിട്ടുള്ള പെർഫോമൻസൊക്കെ കാഴ്ചവെക്കുന്ന നല്ലൊരു അക്കാഡമിയാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ഉണ്ടാവും. ബാഡ്മിൻ്റനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്ത് തരാം. ഞാനൊരു ബാഡ്മിൻ്റൺ പ്ലെയറാണ്, ഞാൻ കളിക്കുന്ന ഒരാളാണ്, കോച്ചൊന്നുമല്ല. എങ്കിലും ഷെയർ ചെയ്യേണ്ട കാര്യങ്ങൾ ആർക്കും ഷെയർ ചെയ്യാം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. ഓക്കെ, താങ്ക് യു, ബൈ, സീ യു.